വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. വിസ്പർ വാങ്ങാനെത്തിയ പെൺകുട്ടികളെ അളിഞ്ഞ ചിരിയും അർത്ഥം വെച്ചുള്ള നോട്ടവുമായി മെഡിക്കൽ ഷോപ്പുകാരൻ. ഇത് കണ്ട യുവതി കൊടുത്ത മാസ് മറുപടി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ കയ്യടി നേടുകയാണ്. യുവതിയുടെ അനുഭവക്കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ. ആ സംഭവം ഇങ്ങനെ: ഉമ്മയ്ക്കുള്ള മരുന്ന് വാങ്ങാൻ മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുമ്പോഴാണ് അവിടേക്ക് രണ്ട് പെൺകുട്ടികൾ കയറി വന്നത്. യൂണിഫോമാണ് വേഷം. +1 +2 ആണ് പഠിക്കുന്നതെന്ന് തോന്നുന്നു. മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ അവരുടെ പരുങ്ങൾ കണ്ടിട്ടാണ് അവരെ ശ്രദ്ധിച്ചത്. അപ്പോഴേക്കും എനിക്കുള്ള മരുന്നെടുത്ത് ബില്ല് കയ്യിൽ തന്നു അവിടെയുള്ള ചെറുപ്പക്കാരനിൽ ഒരാൾ. ഞാൻ ബില്ലടയ്ക്കാൻ നീങ്ങിയതും ആ പെൺകുട്ടികൾ ചെറുപ്പക്കാരനോട് എന്തോ പറയുന്നത് കണ്ടു. അവനത് വ്യക്തമായില്ല എന്ന് തോന്നുന്നു. ഉറക്കെ പറയാൻ ആവശ്യപ്പെട്ടു. പെൺകുട്ടികളിൽ ഒരാൾ പറയുന്നത് കേട്ടു: വിസ്പർ. ഓ, വിസ്പർ ആയിരുന്നോ? ലാർജ് വേണോ, നോർമൽ മതിയോ? പെൺകുട്ടികൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. ചുണ്ടിൽ ഒരു വഷളൻ ചിരിയുമായി. ലാർജ് തന്നെ വേണ്ടിവരുമല്ലേ? അവൻ പെൺകുട്ടിയെ അർത്ഥം വെച്ചൊരു നോട്ടവുമായി പറഞ്ഞു. കണ്ടപ്പോൾ ശരിക്കും ദേഷ്യം വന്നു. പണമടച്ചതിന്റെ ബില്ലുമായി ഞാൻ വീണ്ടും പെൺകുട്ടികൾക്കുള്ള വിസ്പർ പാക്ക് എടുത്തു കൊടുക്കുകയായിരുന്ന അവന്റെ അടുത്ത് വന്നു. എക്സ്ക്യൂസ് മീ, എനിക്കൊരു സാധനം കൂടി വേണം. എന്താണെന്ന് അവൻ ചോദിച്ചു. അല്പം ഉച്ചത്തിൽ തന്നെയാണ് വിസ്പർ എന്ന് പറഞ്ഞത്. ആ വഷളൻ ചിരി അവന്റെ മുഖത്ത് അപ്പോഴും ഉണ്ടായിരുന്നു, കൂടെ അമ്പരപ്പും. തെല്ലും ഉറക്കെ ചോദിച്ചതിനാലാവാം അമ്പരപ്പ്. വിസ്പർ സേവർ പാക്ക് തന്നെ വേണം, ലാർജ് തന്നെ ആയിക്കോട്ടെ, വീണ്ടും അവനോടായി പറഞ്ഞു. ഇപ്പോൾ ആ മുഖത്ത് അമ്പരപ്പ് മാത്രമാണ്. ഇത്ര കൂളായി ഒരു പെൺകുട്ടി ഇങ്ങനെ ചോദിച്ചതിനാലാവാം. പാക്ക് എടുത്ത് മെഡിസിനും എനിക്ക് തരുമ്പോൾ അവനോട് ചോദിച്ചു: ഡോ, താൻ ടെസ്റ്റ് ട്യൂബ് ശിശുവാണോ? കാര്യം മനസ്സിലാകാതെ അവൻ എന്ത് എന്നൊരു ചോദ്യം എന്നോട് ഉന്നയിച്ചു. അല്ല, താൻ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ ഉണ്ടായതാണോ എന്നറിയാനാ. ചിലരിങ്ങനെയാണ്. നേര് പറയുമ്പോൾ പലർക്കും പിടിക്കില്ല. അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ചെറിയൊരു പുഞ്ചിരിയോടെ തന്നെ ഞാൻ തുടർന്നു: ഒരു പെൺകുട്ടി സ്ത്രീയായി മാറുന്നതിന്റെ ആദ്യ ചുവടുവെപ്പാണ് ഋതുമതിയാകൽ സമയം. അവരെ അവജ്ഞയോടെ നോക്കേണ്ട കാര്യമില്ല. തന്നെ ഒരു ഉമ്മ പ്രസവിച്ചതാണെങ്കിൽ അവരും ഈ ഘട്ടത്തിലൂടെ കടന്നുപോയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് താനിങ്ങനെ നിൽക്കുന്നത്. ഇത് കേട്ടതും അവന്റെ മുഖം പതിയെ താണു. മറ്റൊരാൾക്ക് പോസിറ്റീവ് എനർജി നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗമാണ് പുഞ്ചിരി. ആ പെൺകുട്ടികൾക്ക് നേരെ ഒരു പുഞ്ചിരി ആ കടക്കാരൻ നൽകിയിരുന്നെങ്കിൽ ആ സഹോദരിമാർക്ക് ഹൃദയം സൗന്ദര്യമായിരുന്നേനെ. യുവതിയുടെ ഈ മറുപടിക്ക് നിറഞ്ഞ കയ്യടിയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുന്നത്. ഇവനെ പോലുള്ള കൃമികീടങ്ങൾക്ക് ഇതുപോലെ തന്നെ മറുപടി കൊടുക്കണമെന്നാണ് സോഷ്യൽ മീഡിയയിലെ അഭിപ്രായം.